ഹലോ എവ്രി വൺ, ഞാൻ ഇന്ന് ബോറടിച്ച് ഗാലറി തപ്പിയപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ അതെടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് ഓർത്ത് എടുത്തിട്ടു. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി ആൻഡ് എസ്തറ്റിക് റെസിപ്പിയാണ്. ഇതാണ് നമ്മുടെ ഓറിയോ കേക്ക് ഉണ്ടാക്കുന്നത്. 3 ഇൻഗ്രീഡിയൻറ്റ് ഓറിയോ കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. വെരി ലേസി കേക്കാണ്. അപ്പോൾ ലേസി ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഒരു മധുരയ്ക്കും കഴിക്കണമെന്ന് തോന്നിയാൽ. അപ്പോൾ ഓറിയോ ആണ് ഇതിലെ മെയിൻ താരം. അപ്പോൾ നമ്മുടെ ഓറിയോസിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ ക്രീം എടുത്ത് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും, ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഓറിയോസ് ഒരു പൈപ്പിംഗ് ബാഗിലേക്കിട്ട് അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് എസ്തെറ്റിക്നെസ്സിനാണ് ഞാൻ പൈപ്പിംഗ് ബാഗിലിട്ട്. പൈപ്പിംഗ് ബാഗല്ലല്ലോ, നമ്മുടെ സിപ്പ് ലോക്ക് ബാഗ്. പേര് മാറിപ്പോട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. മനസ്സിലായില്ലേ സാര്യം? അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് സിമ്പിളായിട്ട് വെരി ഈസിലി ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ചും കൂടി ക്രഞ്ചി ആയിട്ട് കിട്ടും. അതിനോടൊപ്പം തന്നെ കുറച്ച് എസ്തെറ്റിക്നെസ്സും കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു ബാറ്ററുടെ പരിവാവണവർ. പിന്നെ നമ്മൾ അതിനകത്ത് ഈ ഷുഗർ ഇടുക. കണ്ടൻസ് മിൽക്കാണ് ശരിക്കും ഒഴിക്കേണ്ടത്. കുറച്ച് കൊണ്ട് റിച്ച് ആൻഡ് ക്രീമി ഫീലിംഗ് കിട്ടും. പക്ഷേ എൻ്റെ അതില്ല. അപ്പോൾ നമ്മൾ ഷുഗറല്ലേ ഇടുക. അപ്പോൾ ഷുഗർ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ മറക്കരുത്, എന്നാലേ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് നേരം സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിൽ ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഏതൊരു പാത്രം എടുത്തു. ആ പാത്രത്തിൽ കുറച്ച് ഗീ പുരട്ടി കൊടുത്ത് അതിലേക്ക് ഞാൻ എൻ്റെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ബേക്ക് ചെയ്യാൻ പോണ പാത്രം എടുത്തു. എൻ്റെ വീട്ടിൽ ഓവനില്ലാത്തതുകൊണ്ട് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോണ പാത്രം ഒരു നമ്മൾ ഇഡ്ഡലി ചെമ്പൊക്കില്ലേ അതുപോലത്തെ ഒരു ഇതിലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച പാത്രം വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു 15 to 30 മിനിറ്റ്സ് ഞാൻ അതിനകത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ, അതാണ്. അപ്പോൾ ഇനി നമ്മൾ ആ ക്രീമില്ലേ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്രീം, ആ ക്രീമും പിന്നെ കുറച്ച് ഓറിയോ ഞാൻ പാലിൽ കുതിർത്തിട്ടതും അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി ചോക്കോലാവ കേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒഴുകി വരാൻ വേണ്ടി നമ്മൾ മിക്സ് തയ്യാറാക്കണേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മധുരത്തിനായി കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഷുഗറായിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ അതെല്ലാമായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്തെടുത്ത് ഞാൻ സെയിം ബൗളിൽ തന്നെയാണ് കേട്ടോ ഇട്ട്. ഞാൻ ഒരു ലുക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് പാത്രം മാറ്റി കാണിച്ചത്. എന്നിട്ട് നമ്മുടെ മിക്സും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്കൊരു ബദാമും കാഷ്യൂസൊക്കെ വെച്ച് കൊടുക്കാം. അതൊന്നും ഞാൻ വെച്ചില്ല. നമ്മുടെ 3 ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ 3 ഇൻഗ്രീഡിയൻ്റ് തന്നെയല്ലേ വരേണ്ടത്. ഞാൻ ലാസ്റ്റ് വെച്ചിട്ട് വരണം. അപ്പോൾ ഇത് നിങ്ങൾ കഴിച്ചു നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുത്ത് കഴിച്ചു. സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല മധുരമുണ്ട് കേട്ടോ. ഓറിയോയുടെ മധുരവും ആ